പോപ്കോൺ സ്ഥിരമായി കഴിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്ന 5 കാരണങ്ങൾ. 1. സംസ്കരിക്കപ്പെടാത്ത മുഴുധാന്യം. സംസ്കരിക്കപ്പെടാത്ത മുഴുധാന്യമാണ് പോപ്കോൺ. സംസ്കരിച്ച ഭക്ഷണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ധാന്യങ്ങൾ മികച്ച ഭക്ഷണ സ്രോതസ്സാണ്. ഉയർന്ന നാരുകൾ ധാന്യത്തെ ഹൃദ്രോഗം, പ്രമേഹം, ചില അർബുദങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. 2. അർബുദത്തെ ചെറുക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു. പോപ്കോൺ പോളിഫിനോളുകളുടെ ഉറവിടമാണ്. ഇത് രക്തചംക്രമണത്തിനും ദഹന ആരോഗ്യത്തിനും കാരണമാകുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടിയാണ്. ഇത് അർബുദം വരാനുള്ള സാധ്യതകളെ കുറയ്ക്കുന്നു. 3. നാരുകളുടെ കലവറ. പോപ്കോണിൽ വലിയ അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഗോതമ്പ് ബ്രെഡിനേക്കാൾ കൂടുതൽ നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോ 4 കപ്പ് പോപ്കോണിലും 4 ഗ്രാം നാരുകളെങ്കിലും അടങ്ങിയിരിക്കും. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ദഹനത്തെ സഹായിക്കുന്ന പോളിഫിനോളുകളും വലിയ അളവിൽ ഇവയിൽ അടങ്ങിയിരിക്കുന്നു. 4. ഓയിൽ കുറവ്. മറ്റു പല സ്നാക്കുകളും പാചകം ചെയ്യാൻ വലിയ തോതിൽ ഓയിൽ ആവശ്യമാണ്. ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടാനും ഇടയാകും. പോപ്കോൺ പാകം ചെയ്യാൻ പേരിന് മാത്രം ഓയിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ അനാരോഗ്യകരമായ കൊളസ്ട്രോൾ, LDL, ട്രൈഗ്ലിസറൈഡ് തുടങ്ങിയവയെക്കുറിച്ചുള്ള ആശങ്കകൾ വേണ്ട. 5. ശരീരഭാരം കുറയ്ക്കാൻ. വറുത്തെടുത്ത സ്നാക്കുകൾ കഴിക്കുമ്പോൾ തടി കൂടുമോ എന്ന പേടി പലർക്കുമുണ്ടാകും. എന്നാൽ പോപ്കോൺ കഴിക്കുമ്പോൾ ആ ആശങ്ക വേണ്ട. അത്യാവശ്യം പോപ്കോൺ കഴിച്ച ഒരാൾക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നുകയില്ല. വിശപ്പ് ഇല്ലാതാകുമ്പോൾ അമിതമായി മറ്റ് ഭക്ഷണം കഴിക്കാനുള്ള പ്രേരണയും ഇല്ലാതാകുന്നു. കൊഴുപ്പുകളും മറ്റും അടങ്ങിയതിനാൽ ധൈര്യപൂർവ്വം കഴിക്കുകയും ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കാൻ, പോപ്കോണിൽ പോളിഫിനോളുകൾ ഉൾപ്പെടെയുള്ള നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ ഇവ സഹായിക്കുന്നു. ചോളമാണ് പോപ്കോൺ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. ചോളത്തിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല. അതിനാൽ ഗ്ലൂട്ടൻ രഹിത ലഘു ഭക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു ഓപ്ഷനാണ്. എന്നാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. ഇത് തൊണ്ടയിൽ കുടുങ്ങി അപകടം സംഭവിച്ചേക്കാം. വിദേശത്ത് പലയിടത്തും പോപ്കോൺ കുട്ടികൾക്ക് നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും പോപ്കോൺ ശ്രദ്ധിച്ചേ കഴിക്കാവൂ. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും.